2021 കേരളത്തിൽ അധികാരത്തിലേറിയ പിണറായി വിജയൻ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറയുന്നത് ആ മന്ത്രിസഭയിലെ പുതുമുഖങ്ങളുടെ ബാഹുല്യമായിരുന്നു. കേരളത്തെ സംബന്ധിച്ച് അതൊരു പുതു അനുഭവമായിരുന്നു. ജനങ്ങൾ ആ ഫ്രഷ്നെസ്സിനെ ആദ്യ കാലഘട്ടത്തിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഭരണം 4 വർഷം പിന്നിടുമ്പോൾ ഇത് തന്നെ ഈ മന്ത്രിസഭയുടെയും സർക്കാരിൻ്റെയും ഏറ്റവും വലിയ ശാപമായി മാറുകയാണ്. ഈ മന്ത്രിമാരുടെ ഭരണപരിചയമില്ലായ്മയും കഴിവുകേടും തന്നെയാണ് ഈ 4 വർഷം കൊണ്ട് കേരളത്തെ ഏറെ പിന്നോട്ടടിച്ചത്. ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ കാര്യം കണക്കിലെടുക്കുമ്പോൾ നിലവിലുള്ള 21 പേരിൽ ജനങ്ങൾ അല്പമെങ്കിലും അംഗീകാരം നൽകുന്നത് KB ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്കാണ്. പലപ്പോഴും ഗണേഷ് പാർട്ടിക്കും മുന്നണിക്കും എതിരെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് പോലും വലിയ കയ്യടി കിട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ മന്ത്രിസഭയിലെ CPM മന്ത്രിമാരുടെ കാര്യത്തിൽ VN വാസവൻ ഒഴികെ മറ്റെല്ലാവരും വിവാദങ്ങളിൽ ചെന്ന് ചാടുന്നവരിൽ ഒരു പ്രത്യേക കഴിവ് പ്രകടിപ്പിക്കുന്നവരാണ്. വാസവന്റെ ഭരണം അത്ര മെച്ചമൊന്നുമില്ലെങ്കിലും വിവാദങ്ങളിൽ നിന്ന് ബോധപൂർവം ഒഴിവായി നിൽക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. എന്നാൽ മറ്റ് മന്ത്രിമാർ, ഉദാഹരണങ്ങളായി പറഞ്ഞാൽ സജി ചെറിയാൻ, R ബിന്ദു, മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ്, ഇവരെല്ലാവരും നിരന്തരം വിവാദങ്ങളെ ആകർഷിക്കുന്നവരാണ്. 2016-21 കാലഘട്ടത്തിൽ പിണറായി വിജയൻ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത് കഴിവുള്ള മന്ത്രിമാരുടെ സാന്നിധ്യമായിരുന്നു. 2016-21 കാലഘട്ടത്തിൽ വനിതാ മന്ത്രിമാരായി CPM മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് 2 പേരാണ്. ഇവർ 2 പേരും CPMന്റെ പ്രതിനിധികളാണ്. ഇതിൽ ഒരാളുടെ മെച്ചപ്പെട്ട പ്രകടനവും മികവാർന്ന പ്രകടനവും തന്നെയാണ് 2021 തുടർ വിജയം നേടുവാൻ പിണറായി സർക്കാരിനെ സഹായിച്ചത്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ പോലും അംഗീകരിക്കുന്ന രീതിയിലാണ് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ തൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. കേരളത്തിലെ പൊതു ആരോഗ്യ രംഗത്തെ മുന്നോട്ട് നയിച്ചത്. വലിയ മിടുക്കിയൊന്നുമായിരുന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ മന്ത്രി പദവി കൈകാര്യം ചെയ്ത വ്യക്തിത്വം കൂടിയാണ് അന്ന് മന്ത്രിയായിരുന്ന J മേഴ്സിക്കുട്ടിയമ്മ. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ ഉണ്ടായ ചില വിവാദങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ അവർ സ്വന്തം മണ്ഡലമായ കുണ്ടറയിൽ നിന്ന് പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ 2 വനിതാ മന്ത്രിമാരെയുമായി താരതമ്യം ചെയ്യുമ്പോൾ 2021 പിണറായി വിജയൻ മന്ത്രിസഭയിൽ 3 വനിതാ മന്ത്രിമാരാണ് ഉണ്ടായിട്ടുള്ളത്. CPMന്റെ പ്രതിനിധികളായി സീനിയർ മന്ത്രിയായ R ബിന്ദുവും ആരോഗ്യമന്ത്രിയായ വീണ ജോർജും, CPIയുടെ പ്രതിനിധിയായി J ചിഞ്ചു റാണിയും മന്ത്രിസഭയിൽ അംഗത്വം നേടിയെടുത്തു. എന്നാൽ 2016-21 കാലഘട്ടത്തിലെ മന്ത്രിമാരുടെ പ്രകടനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ നിരാശാജനകമാണ് 2021-26 കാലഘട്ടത്തിലെ പിണറായി വിജയൻ മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ പ്രകടനം. ഏറെ നിരാശാജനകമാണ് എന്ന് മാത്രമല്ല, ഈ മന്ത്രിസഭയുടെ പ്രതിച്ഛായ വികൃതമാക്കുന്നതിലും ഈ മന്ത്രിസഭയോട് ജനങ്ങൾക്കുള്ള എതിർപ്പ് വർദ്ധിപ്പിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചവരാണ് ഈ 3 വനിതാ മന്ത്രിമാർ. ഇവരിൽ ഓരോരുത്തരുടെയും പ്രകടനമെടുത്ത് വ്യക്തിഗതമായി വിലയിരുത്തുകയാണെങ്കിൽ നാം ആദ്യം പരിഗണിക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ R ബിന്ദുവിനെയാണ്. മന്ത്രി എന്ന നിലയിലുള്ള ബിന്ദുവിന്റെ പല പ്രകടനങ്ങളും കാണുമ്പോൾ ഇപ്പോൾ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള സംശയം ഇവരുടെ PhDയും ഇവരുടെ PG ബിരുദവും വരെ വ്യാജമാണോ എന്നാണ്. അത്രയും അധപതിച്ച രീതിയിലുള്ള ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യമാണ് ഇംഗ്ലീഷ് പ്രൊഫസറും ഇംഗ്ലീഷിൽ PhDയുമായ ബിന്ദു പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ബിന്ദുവിന്റെ വ്യക്തിഗതമായ പോരായ്മകൾക്കപ്പുറം അവരുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നടന്ന പരിഷ്കാരങ്ങളുടെ ഫലമായി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മേന്മകൾ എന്ന് പറയാവുന്നത് ചോദ്യപേപ്പർ വിവാദവും പരീക്ഷകളിലെ ആൾമാറാട്ടവും വ്യാജ സർട്ടിഫിക്കറ്റും വ്യാജ മാർക്ക് ലിസ്റ്റും മാർക്ക് തിരുത്തലും പോലുള്ള കാര്യങ്ങളാണ്. ഇവരുടെ ഭരണമികവിന്റെ മറ്റൊരു തെളിവാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ ക്യാമ്പസുകളിലൊന്നായ മഹാരാജാസ് കോളേജ് 3-4 വർഷമായി UGCയുടെ അംഗീകാരമില്ലാതെ പ്രവർത്തിച്ചു പോരുന്നത്. വിവാദങ്ങൾ ഉയരുമ്പോൾ ഇവർക്ക് അതിനോടുള്ള അസഹിഷ്ണുതയും രാഷ്ട്രീയ വിമർശകരോടും മാധ്യമപ്രവർത്തകരോടും ഇവർ പറയുന്ന ധാർഷ്ട്യം നിറഞ്ഞ മറുപടികളും ബിന്ദുവിനെ ഏറ്റവും കഴിവുകെട്ട മന്ത്രിയാക്കുന്നു എന്ന് മാത്രമല്ല, ജനങ്ങളാൽ വെറുക്കപ്പെടുന്ന ഒരു CPM നേതാവാക്കി മാറ്റുന്നു എന്നതും നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ബിന്ദു മാത്രമല്ല, ബിന്ദുവിന്റെ ഭർത്താവായ A വിജയരാഘവനും CPMന്റെ ജനവിരുദ്ധത വർദ്ധിപ്പിക്കുന്നതിൽ മത്സരിക്കുന്ന ഒരു നേതാവാണ്. ബിന്ദു മന്ത്രിയായതുകൊണ്ട് CPMനുണ്ടാകാവുന്ന ഏക പ്രയോജനം എന്ന് പറയുന്നത് തുടർച്ചയായി 2016-21 പാർട്ടി വിജയിച്ച ഇരിങ്ങാലക്കുട മണ്ഡലം UDFന് മുന്നിൽ അവർ അടിയറവ് വെക്കേണ്ടി വരും എന്നുള്ളതാണ്. R ബിന്ദുവിനോട് കടുകിട പോലും വിട്ടുകൊടുക്കാതെ CPM സർക്കാരിന്റെ മുഖം വികൃതമാക്കുന്നതിലും ജനവിരുദ്ധത ആളിക്കത്തിക്കുന്നതിലും മത്സരിക്കുന്ന ഒരു മന്ത്രിയാണ് ആരോഗ്യമന്ത്രിയായ വീണ ജോർജ്. വീണ ജോർജിനെ സംബന്ധിച്ച് അവരുടെ മുൻഗാമിയായിരുന്ന KK ശൈലജയുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും അവർക്ക് യോഗ്യതയില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് അവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പൊതു ആരോഗ്യ രംഗം പിന്നോട്ടടിച്ചിരിക്കുന്നത്. മന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലും പാർട്ടി നേതാവ് എന്ന നിലയിലും വീണ ജോർജ് ഒരു സമ്പൂർണ്ണ പരാജയമാണ്. വീണ ജോർജിനെതിരെ ഏറ്റവും എതിർപ്പുയരുന്നത് അവരുടെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലും അവരുടെ സ്വന്തം
നിയോജക മണ്ഡലമായ ആറന്മുളയിലും CPM പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ്. ഏറ്റവും ഒടുവിലായി വീണ ജോർജ് വിവാദ കഥാപാത്രമാകുന്നത് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ പേരിലാണ്. അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തമുഖത്ത് ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ അമ്മ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടുകിടക്കുമ്പോൾ ജീവന് വേണ്ടി മല്ലടിക്കുമ്പോൾ അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കെട്ടിടത്തിനടിയിൽ ആരും പെട്ടുകിടപ്പില്ല എന്നാണ്. അവരുടെ ഈ ഉത്തരത്തിന്റെ ആനുകൂല്യത്തിലാണ് രക്ഷാപ്രവർത്തനം പോലും അവിടെ വൈകിയത്. ഒരു ജീവൻ നഷ്ടപ്പെടുവാൻ ഇടയാക്കിയ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് ഇതിന് തൊട്ടു പിന്നാലെ വിദേശ സന്ദർശനം നടത്തുകയും തിരികെ എത്തിയപ്പോൾ എയർപോർട്ട് അധികൃതരോട് തട്ടിക്കയറുകയും ചെയ്ത സംഭവം നമുക്ക് മുന്നിലുണ്ട്. ഒടുവിൽ കടുകിട വിട്ടുകൊടുക്കാത്ത അധികൃതർക്ക് മുന്നിൽ വാലും ചുരുട്ടി പോകേണ്ട ഗതികേടും വീണ ജോർജിനുണ്ടായി. ബിന്ദുവിന്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ 2 ടേമുകളിലായി പാർട്ടി തുടർച്ചയായി വിജയിച്ചു പോരുന്ന ആറന്മുള മണ്ഡലം UDFന് മുന്നിൽ അടിയറവ് വെക്കുന്നു എന്ന മേന്മയും വീണ ജോർജ് എന്ന മന്ത്രിക്കുണ്ട്. ഏറ്റവും ഒടുവിലായി ഈ പട്ടികയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് CPIയുടെ ജനപ്രതിനിധിയായ മന്ത്രി ചിഞ്ചു റാണിയാണ്. 2 CPM വനിതാ മന്ത്രിമാരോട് മത്സരിച്ചുകൊണ്ട് സർക്കാരിന്റെ ജനവിരുദ്ധത വർദ്ധിപ്പിക്കുന്നതിൽ ചിഞ്ചു റാണിയും അവസാന വർഷമായപ്പോഴേക്കും ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തെ ഏറെ ദുഃഖിപ്പിച്ച സംഭവമാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് ഒരു വിദ്യാർത്ഥി സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച സംഭവം. കൊല്ലം ജില്ലയിലെ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA കൂടിയാണ് ചിഞ്ചു റാണി. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ KSEBയെയും സ്കൂൾ അധികൃതരെയും സർക്കാരിനെയും ന്യായീകരിച്ചുകൊണ്ട് കൊല്ലപ്പെട്ടു പോയ കുട്ടിയെ കുറ്റം പറയുകയാണ് ചിഞ്ചു റാണി ചെയ്തത്. ഇതുകൊണ്ടും ചിഞ്ചു റാണിയുടെ ധിക്കാരം അവസാനിച്ചില്ല എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്നുള്ള CPM നേതാക്കളും ജനപ്രതിനിധികളും വരെ ആ അപകടം നടന്ന സംഭവ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ചിഞ്ചു റാണി കൊല്ലത്തു നിന്ന് പുറപ്പെട്ട് എറണാകുളത്തേക്ക് പോവുകയും പാർട്ടിയുടെ വനിതാ വിഭാഗത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സൂംബ ഡാൻസ് ആടിത്തിമിർക്കുകയും ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തെത്തിയിട്ടുണ്ട്. ചിഞ്ചു റാണിയുടെ ഈ മാസ്മരിക പ്രകടനം കൊണ്ട് ലക്ഷക്കണക്കിന് മലയാളികളാണ് ഒറ്റ ദിവസം കൊണ്ട് സർക്കാരിനും മന്ത്രിസഭയ്ക്കും എതിരായതെന്നും പ്രത്യേകം ഓർക്കേണ്ടതാണ്. അങ്ങനെ കേരളത്തിലെ പിണറായി വിജയൻ മന്ത്രിസഭയ്ക്ക് കരിന്തിരി കൊടുക്കുന്ന വനിതാ താരകങ്ങളാണ് ഈ മന്ത്രിസഭയിലെ വനിതാ അംഗങ്ങളായ ബിന്ദുവും വീണ ജോർജും ചിഞ്ചു റാണി. ചില UDF കേന്ദ്രങ്ങൾ ഇപ്പോൾ അടക്കം പറയുന്നത് ഈ വനിതാ മന്ത്രിമാർ UDFന്റെ ഐശ്വര്യം എന്ന് പോലുമാണ്. അങ്ങനെ കേരളത്തിലെ വനിതാ രത്നങ്ങളായ വനിതാ മന്ത്രിമാരുടെ ദയനീയ പ്രകടനങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ വിലയിരുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.